പോക്രോസിനെ ചുറ്റി റഷ്യ ഉക്രൈൻ പ്രശ്നം വലിയ രീതിയിൽ പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം തുടർന്ന് നമ്മൾ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് പോക്രോസിൽ ധാരാളം റഷ്യൻ സൈനികർ കൂടിയിരുന്ന പ്രദേശത്ത് ഉക്രൈൻ M1 എബ്രാംസ് ഉപയോഗിച്ച് ആക്രമിച്ചു. 54 സൈനികരെ കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ ഉക്രൈനിയൻ മാധ്യമങ്ങൾ വലിയ അവകാശവാദം ഉന്നയിച്ചപ്പോൾ പകരം റഷ്യയും മറ്റൊരു വീഡിയോ പുറത്തുവിട്ടു. ഏത് ടാങ്ക് ഉപയോഗിച്ചാണോ റഷ്യൻ സൈനികർ കൂടിയിരുന്ന സ്ഥലത്തെ ഉക്രൈൻ ആക്രമിച്ചത്, അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ടാങ്ക് ഞങ്ങൾ തകർത്തതായി അവർ അവകാശപ്പെടുകയും ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. M1 അബ്രാംസ്, ലെപ്പേർഡ്, ചാലഞ്ചർ ഈ പീരങ്കികൾ കാരണം ഉക്രൈൻ എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പ്രധാന വാർത്താ ചാനലിൽ ഒരു ലേഖനം പുറത്തുവിട്ടു. പ്രധാനമായും ട്രംപിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. റഷ്യയുടെ ഉപരോധം പിൻവലിക്കാൻ പോകുന്നുവെന്ന അറിയിപ്പ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. IRGCയുടെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ നിന്നും ഒരു പ്രധാന പ്രസ്താവന വന്നു. 14 ഇറാന്റെ ടാങ്കർ കപ്പലുകൾ അൺനോൺ സൈബർ അറ്റാക്ക് കൂടാതെ അൺഐഡന്റിഫൈഡ് പ്രൊജക്ടൈലുകളാൽ ആക്രമണം നടത്താൻ ശ്രമിക്കുകയും അത് ഇറാൻ തടയുകയും ചെയ്തു. ഒരു കൂട്ടം ഇസ്രായേൽ സൈനികരാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് മറുപടിയായി 12 ഇസ്രായേലിൻ ടാങ്കർ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന മറ്റൊരു അറിയിപ്പ് വന്നു. ഈ 12 ടാങ്കർ കപ്പലുകൾ ഇറാൻ നേരിട്ട് നശിപ്പിക്കും, അല്ലെങ്കിൽ ഹൂതികൾ പോലുള്ള ഇറാനിയൻ സേനകൾ നശിപ്പിക്കുമെന്ന് അറിയിപ്പ് വന്നു. ഇത് ഇസ്രായേലിന് വലിയ തലവേദനയാണ്. കാരണം ക്രൂഡ് ഓയിൽ എന്നത് ചെങ്കടലിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അതിനാൽ ചെങ്കടലിൽ ഹൂതികളോ ഇറാനോ ഇസ്രായേൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേൽ കുഴപ്പത്തിലാകും. നമുക്കിത് 2 തരത്തിൽ കാണാൻ കഴിയും. ഒന്നാമത്തേത്, സത്യത്തിൽ ഇറാൻ ഈ ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ രണ്ടാമതായി, ഇറാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം, അത് മറച്ചുവെക്കാൻ ഇറാൻ ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ടാകും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം M1 എബ്രാംസ് ടാങ്കുമായുള്ള യുദ്ധമാണ്. പോക്രോസ് മേഖലയെ ചുറ്റിയുള്ള പ്രശ്നം, ന്യൂയോർക്ക് റഷ്യ ക്യാപ്ചർ ചെയ്തത്, ഇങ്ങനെ ഡോൺബോസ് മേഖലയിൽ റഷ്യയുടെ ആക്രമണശേഷി 60% വർദ്ധിച്ചു. ഡോൺബോസ് മേഖലയെ മോചിപ്പിക്കുകയാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ 4 ദിവസങ്ങൾ പരിശോധിച്ചാൽ പോൾട്ടാവയിലെ ആക്രമണം, ലീവിൽ നടന്ന ആക്രമണം, ഇങ്ങനെ നാറ്റോ എക്യുപ്മെന്റ്സ്, നാറ്റോ സൈനികർ, നാറ്റോയിലെ സൈനിക ഉപദേഷ്ടാക്കൾ എവിടെയെല്ലാം താമസിച്ചിരുന്നോ അവിടെയെല്ലാം ലക്ഷ്യം വെച്ചുള്ള റഷ്യയുടെ ആക്രമണശേഷി കൂടിയതായി കാണാം. പോക്രോസ് മേഖല റഷ്യ പിടിച്ചെടുത്തതാണ് ഈ വർധനവിന് കാരണം. കൂടാതെ പുറം മേഖലയിലെ റെയിൽവേ സ്റ്റേഷനുകളും റഷ്യ ഏറ്റെടുത്തു. 60% ഉക്രൈൻകാരും ആ പ്രദേശം വിട്ടുപോയി. ബാക്കി 40% ഉക്രൈൻകാർ പോക്രോസ് മേഖലയിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ മേഖലയിലെ നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളും റഷ്യ പിടിച്ചെടുത്തു. ഇതാണിപ്പോ മറ്റൊരു പ്രശ്നം. ഈ അപ്പാർട്ട്മെന്റ് കെട്ടിടം യുദ്ധമേഖലയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ്. റഷ്യ തങ്ങളുടെ ചില സൈനികരെ ഈ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈന്റെ ഒരു അവകാശവാദമാണ്. 100-ലധികം റഷ്യൻ സൈനികർ ഈ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡ്രോൺ ഓപ്പറേറ്റർമാർ ഈ ദൃശ്യം പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ 47ാമത്തെ മെക്കാനിക്കൽ ബ്രിഗേഡിന് ഞങ്ങൾ നൽകി. അങ്ങനെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ നിന്ന് നടത്തിയ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഈ ആക്രമണത്തിൽ 50-ലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി അവർ പറഞ്ഞു. ഉക്രൈനിലെ ഗ്രൗണ്ട് അധിഷ്ഠിത മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഉക്രൈനിയൻ അനുകൂല ചാനലുകളിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറി. ഈ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു. M1 അബ്രാംസ് വളരെ അടുത്ത് നിന്നുകൊണ്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ. എന്നാൽ ഈ ആക്രമണം നടന്ന 10 മിനിറ്റിനുള്ളിൽ റഷ്യയുടെ ചാനലിൽ നിന്ന് മറ്റൊരു ദൃശ്യം പുറത്തുവന്നു. റഷ്യൻ സൈനികരുടെ അപ്പാർട്ട്മെന്റ് കെട്ടിടം ആക്രമിക്കാൻ ഏത് ടാങ്കാണോ ഉപയോഗിച്ചത് അതേ ടാങ്കിനെ റഷ്യയുടെ ലാൻസർ ഡ്രോൺ ടാർഗറ്റ് ചെയ്യുന്നു. പതിവ് പോലെ ഉക്രൈന്റെ M1 അബ്രാംസ് ടാങ്ക് മുഴുവനായും തകർത്തു. പ്രതീക്ഷിച്ചതുപോലെ പോക്രോസ് മേഖലയിൽ M1 അബ്രാംസ് ടാങ്ക് നശിപ്പിക്കപ്പെട്ടു. 50-ലധികം റഷ്യൻ സൈനികരെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്ന് ഉക്രൈന്റെ പ്രസ്താവന സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സത്യമാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം പോക്രോസ് മേഖല ഒരു സജീവമായ യുദ്ധഭൂമിയാണ്. ആ പ്രദേശത്ത് ഒരു 4-5 സൈനികരിൽ കൂടുതൽ താമസിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് 50-ലധികം സൈനികരെ വധിച്ചതായി ഉക്രൈൻ പറയുന്നു. എന്നാൽ അപ്പാർട്ട്മെന്റ് കെട്ടിടം ടാങ്ക് ഉപയോഗിച്ച് തകർത്ത ദൃശ്യം മാത്രമേ അവർ പുറത്തുവിട്ടുള്ളൂ. അതല്ലാതെ സൈനികർ അവിടെ തങ്ങിയതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ഇതുവരെയും ഉക്രൈനിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി ഇത്തരമൊരു ആക്രമണം ഉണ്ടായാലും റഷ്യ ഉടൻ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇത് നാഷണൽ ഇൻട്രസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിന്റെ ലിങ്ക് താഴെ ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് വായിക്കാം. നാഷണൽ ഇൻട്രസ്റ്റ് വായിക്കുന്നവർക്കറിയാം അവർ എങ്ങനെയുള്ള വാർത്തയാണ് പുറത്തുവിടുന്നതെന്ന്. ഇപ്പൊ അവർ പറഞ്ഞത് M1 അബ്രാംസ് ഉക്രൈന് സമ്പൂർണ്ണ പരാജയമായിരുന്നു. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഉക്രൈന് ടാങ്ക് കൊടുത്തത്
ആ ഒരു ഉദ്ദേശം നിറവേറ്റാൻ ഉക്രൈന് സാധിക്കുന്നില്ല. ഉക്രൈൻ ഈ ടാങ്കുകൾ ഉപയോഗിക്കുന്ന രീതിയും ശരിയല്ല. അമേരിക്ക ഈ ടാങ്കുകൾ നൽകിയ കണ്ടീഷനും ശരിയല്ല. അവർ ഒരു നൂതന ടാങ്ക് നൽകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ നൽകിയതോ ഒരു പഴയ ടാങ്ക് ആയിരുന്നു. കൂടാതെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന ഉക്രൈന്റെ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടു. അതിനാൽ ഉക്രൈനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും M1 എബ്രാംസിന് നൽകാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ടാങ്ക് കൊടുത്ത അമേരിക്കയെയും ടാങ്ക് വാങ്ങി ഉപയോഗിക്കുന്ന ഉക്രൈനെയും വലിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് M1 എബ്രാംസിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഉക്രൈൻ നൽകാൻ സാധിച്ചില്ല. ഫിസിക്കൽ വൈസ് നോക്കിയാൽ M1 എബ്രാംസ് ഒരു അല്പം വലിയ ടാങ്ക് തന്നെയാണ്. ഇത് യൂറോപ്യൻ സാഹചര്യങ്ങൾക്കനുസൃതമായി നിർമ്മിച്ചതല്ല. എന്നാൽ ഇവിടെ സ്ട്രാറ്റജി എന്ന മറ്റൊരു കാര്യം വരുന്നുണ്ട്. ശത്രുവിന് അത്യാധുനിക ആയുധ സംവിധാനം ഉണ്ടായിരിക്കെ അവർ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ തന്ത്രം ഏത് തരത്തിലുള്ള ആയുധങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ M1 എബ്രാംസ് യൂറോപ്യൻ കാലാവസ്ഥയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. അടുത്തിടെ ഔദ്യോഗികയിൽ M1 എബ്രാംസിനെയും ലെപ്പേർഡിനെയും റഷ്യ പിടിച്ചെടുക്കുകയും വലിച്ചുകൊണ്ടുപോകുന്ന വീഡിയോസും പുറത്തുവിട്ടിരുന്നു. ഇതിനകം അവരുടെ വിക്ടറി പാർക്കിൽ അമേരിക്കയുടെ ആയുധ സംവിധാനങ്ങൾ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോ അക്കൂട്ടത്തിൽ ഒരു M1 എബ്രാംസ് കൂടെ വന്നു. ഇതിനുമപ്പുറം ഉക്രൈൻ വ്യോമ പ്രതിരോധ ക്ഷാമം നേരിടുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. സ്പെയിൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈൻ നൽകാൻ തയ്യാറാണ്. ഉക്രൈൻ അത് അത്യാവശ്യമാണ് എന്നൊരു അറിയിപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ സ്പെയിൻ, ജർമ്മനി, അമേരിക്ക എല്ലാവരും ചേർന്ന് ഉക്രൈന്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ ഉക്രൈനിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും റഷ്യയുടെ ആക്രമണം ഉണ്ടാകും. ട്രംപ് വരുന്നതിന് മുൻപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ശ്രമിക്കും. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന മികച്ച ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്നാൽ റഷ്യയും US തമ്മിലുള്ള ബന്ധം മാറുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പ്രസിഡന്റ് ആയാൽ റഷ്യയുടെ ഉപരോധം നിയന്ത്രിക്കും, ഒരുപാട് ഉപരോധം റിമൂവ് ചെയ്യും. കാരണം അത് പരോക്ഷമായി US ഡോളറിനെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. പലരും ചിന്തിച്ചിട്ടുണ്ടാകാം, റഷ്യയ്ക്ക് നൽകിയ ഉപരോധം കാരണം റഷ്യയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റു രാജ്യങ്ങൾക്കൊന്നും അത് കാരണം യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. ലോക സമ്പദ് വ്യവസ്ഥയിലും ഭക്ഷ്യ ശൃംഖലയിലും ലോക വിതരണ ശൃംഖലയിൽ ഇവയിൽ ഏതിലെങ്കിലും ചെറിയൊരു മാറ്റമുണ്ടായാൽ അത് നേരിട്ടോ അല്ലാതെയോ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഈ യുദ്ധത്തിൽ റഷ്യയുടെ ഗ്യാസും LNGയും അവർ വെട്ടിക്കുറച്ചത് എല്ലാ രാജ്യങ്ങളെയും പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട്. റഷ്യയുടെ പെട്രോളും ധാതുക്കളും വെട്ടിക്കുറച്ചു. പരോക്ഷമായി അമേരിക്ക ഇതുമൂലം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതാണ് ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഡോളറിന്റെ മൂല്യം തീരുമാനിക്കുന്നതിൽ റഷ്യയ്ക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. റഷ്യയുടെ റിസോഴ്സസിനും ഒരു പ്രധാന പങ്കുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ ഉപരോധങ്ങളും ഞാൻ നീക്കം ചെയ്യും. എല്ലാം നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപരോധത്തിന്റെ പ്രഭാവം കുറയ്ക്കുമെന്ന് ഒരു പ്രസ്താവന നൽകി. അപ്പോൾ തീർച്ചയായും US തിരഞ്ഞെടുപ്പ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ വിധി തീരുമാനിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.